മക്കൾസ്, ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നമ്മുടെ ഓണപരീക്ഷ വരികയാണ്. നാളെയാണ് നമ്മുടെ ഹിന്ദി പരീക്ഷ വരുന്നത്. നമ്മുടെ ഹിന്ദി പരീക്ഷയിൽ നിങ്ങൾ ഫുൾ മാർക്ക് സ്വന്തമാക്കുന്നതിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, മിടുക്കന്മാരും മിടുക്കികളായിട്ട്. പക്ഷേ നാളെ വരുന്നൊരു ചോദ്യം ഇങ്ങനെയാണ്. ആ ചോദ്യം ഞാനൊന്ന് കാണിക്കാം. മക്കളെ നോക്കൂ. സഹി രൂപ കോൻ സാഹേ. സഹി എന്ന് പറഞ്ഞാൽ ശരിയായ, രൂപ എന്ന് പറഞ്ഞാൽ രൂപം, കോൻ സാഹേ ഏതാണ്, ശരിയായ രൂപം ഏതാണെന്നാണ് ചോദ്യം. നോക്കൂ മക്കളെ, ഒന്ന് ഖ ഖ ഖ ഖ ഇങ്ങനെ 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിലും വഹ് 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 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? പ്രോനൗണാണ്, സർവനാമമാണ്. വഹ് എന്ന് പറഞ്ഞാൽ അവനെന്നും അവളെന്നും അത് എന്നും ആ എന്നും അർത്ഥമുണ്ടെന്ന്. പിന്നെ എല്ലാത്തിനും നോക്ക് പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എല്ലാത്തിനും കോ 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 എന്നിങ്ങനെയാണ് കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ വ പ്ലസ് കോ സമം എന്ത് വരും എന്നാണ്. അതിന് ഉൻകോ ഒന്നിൽ കൊടുത്തിട്ടുണ്ട്, വഹുക്കോ ഒന്നിൽ കൊടുത്തിട്ടുണ്ട്, വേക്കോ കൊടുത്തിട്ടുണ്ട്, ഉസേ കൊടുത്തിട്ടുണ്ട്. ഏതാണ് മക്കളെ ഇതിൻ്റെ ശരി? വ പ്ലസ് കോ സമം എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് വ പ്ലസ് കോ എന്ന് പറഞ്ഞാൽ ശരിയായ ഉത്തരം വ പ്ലസ് കോ ഉസേ എന്നാണ്. വ പ്ലസ് കോ എന്താണ്? ഉസേ എന്നാണ്. വ പ്ലസ് കോ ഉസ്കോ ഇവിടെ നമ്മൾ ഉസേ എന്ന് ഇവിടെ ഉണ്ട്. ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. വ പ്ലസ് കോ എന്ന് പറഞ്ഞാൽ ശരിക്കും വ പ്ലസ് കോ എന്ന് പറഞ്ഞാൽ ഉസ്കോ എന്നാണ്. ഉസ്കോ എന്നാണ്. ഓക്കെ, ഇതാണ് ശരി. എന്നാൽ ഉസേ എന്നുള്ളതും ശരിയാണ്. അതായത് ഉസ്കോ എന്നുള്ളതിൻ്റെ ഷോർട്ട് രൂപമാണ് ഉസേ എന്നുള്ളത്. അപ്പോൾ വ പ്ലസ് കോ ഉസ്കോ എന്ന ആൻസർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉസ്കോ എന്ന ആൻസർ കണ്ടു കഴിഞ്ഞാൽ ഉസ്കോ ആണ് എഴുതേണ്ടത്. ഓക്കെ, ഉസ്കോ എന്ന ആൻസർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ഉസ്കോ ആണ് എഴുതേണ്ടത്. അങ്ങനെയാണ് ചിലപ്പോൾ ഉസ്കോ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഉസേ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉസ്കോയും ശരിയാണ്, ഉസേയും ശരിയാണ് അല്ലേ? ഉസ്കോയും ശരിയാണ്, ഉസേയും ശരിയാണ്. ഉസ്കോയും ശരിയാണ്, ഉസേയും ശരിയാണ്. ഇത് എങ്ങനെയാണ് ഈ ഉത്തരം ഇങ്ങനെ വരുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഉസ്കോയും ശരിയാണ്, ഉസേയും ശരിയാണ്. എങ്ങനെയാണിത് വരുന്നത് എന്നുള്ളത് നോക്കാം. നമുക്ക് നോക്ക്. നിങ്ങൾ പഠിക്കാൻ വേണ്ടി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 30ാമത്തെ പേജിൽ ടെക്സ്റ്റ് ബുക്കിൽ 30ാമത്തെ പേജിൽ ഒരു കാര്യം പഠിച്ചിട്ടില്ലേ? നോക്കുക. ഇങ്ങനെ ഹാച്ചിക്ക് കഹാനി കഴിഞ്ഞിട്ട് ഇവിടെ നോക്ക് വഹ് തന്നിട്ട് ഇവിടെ നോക്ക് കാ നേ കേ പർ കോ സേ കീ മേ തന്നിട്ടില്ലേ? എന്നിട്ട് വഹിൻ്റെ കൂടെ നേ ചേർന്നാൽ എന്തുണ്ടാവും? വഹിൻ്റെ കൂടെ കെ ചേർന്നാൽ എന്തുണ്ടാവും? വഹിൻ്റെ കൂടെ പർ ചേർന്നാൽ എന്തുണ്ടാവും? വഹിൻ്റെ കൂടെ കോ ചേർന്നാൽ എന്തുണ്ടാവും? സേ ചേർന്നാൽ എന്തുണ്ടാവും? കീ ചേർന്നാൽ എന്തുണ്ടാവും? മേ ചേർന്നാൽ എന്തുണ്ടാവും? കാ ചേർന്നാൽ എന്തുണ്ടാവും എന്ന് നമ്മൾ എഴുതണമല്ലോ. അങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമ്മൾ ക്ലാസ് എടുത്ത സമയത്ത് പഠിച്ചിരുന്നു. നോക്കൂ. व प्लस का उसका, व प्लस ने उसने, व प्लस के उसके, व प्लस पर उस पर, व प्लस को उसको, व प्लस से उससे, व प्लस की उसकी, व प्लस में उसमें, व प्लस का उसका. ഇങ്ങനെയാണ്. ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മളൊന്ന് പഠിക്കേണ്ടത്. നോക്കൂ. ഇത് മനസ്സിലാവണമെങ്കിൽ ഇവിടെ നോക്ക്. നിങ്ങൾ വഹ് എന്നുള്ളതിൻ്റെ കൂടെ നേക്കോസെ കാക്കേക്ക് മേപ്പർക്കയിൽ എന്തൊക്കെ വന്നോ? എന്ത് വന്നോ? വഹിൻ്റെ തുടക്കത്തിൽ നോക്ക്. ഉസ് 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 ഇങ്ങനെയല്ലേ നോക്ക് അപ്പോൾ വഹ് ഇവിടെ ഉണ്ടെങ്കിൽ തുടക്കത്തിൽ എല്ലാത്തിലും ഉസ്സാണ്. പിന്നെ എന്താണോ തന്നത് അതങ്ങ് ചേർത്ത് പറഞ്ഞാൽ മതി. വഹിനെ ഉസ്സാക്കുക, തന്നത് ക ആണെങ്കിൽ ഉസ്ക. വഹിനെ ഉസ്സാക്കുക, തന്നത് നേ ആണെങ്കിൽ നേ ചേർക്കുക, ഉസ്നെ. വഹിനെ ഉസ്സാക്കുക, തന്നത് കെ ആണെങ്കിൽ കെ ചേർക്കുക, ഉസ്കെ. വഹിനെ ഉസ്സാക്കുക, തന്നത് പർ ആണെങ്കിൽ പർ ചേർക്കുക, ഉസ് പർ. വഹിനെ കോ ചേർക്കുക, അപ്പോൾ വഹിനെ ഉസ്സാക്കുക. ആദ്യം വഹിനെ ഉസ്സാക്കുക, തന്നത് കോ ആണെങ്കിൽ കോ ചേർക്കുക, ഉസ്കോ. വഹിനെ ഉസ്സാക്കുക, തന്നത് സേ ആയതുകൊണ്ട് സേ ചേർക്കുക, ഉസ് സേ. വഹിനെ ഉസ്സാക്കുക, തന്നത് കീ ആയതുകൊണ്ട് കീ ചേർക്കുക, അപ്പോൾ ഉസ്കി. വഹിനെ ഉസ്സാക്കുക, തന്നത് മേ ആയതുകൊണ്ട് മേ ചേർക്കുക, ഉസ്മേം. വഹിനെ വഹിനെ നമ്മൾ ഉസ്സാക്കുക, തന്നത് ക ആണെങ്കിൽ ക ചേർക്കുക, അപ്പോൾ ഉസ്ക. അപ്പോൾ വഹിൻ്റെ കൂടെ നേ കോ സേ കാ കേ കീ മേ എന്ത് വന്നാലും വഹ ആദ്യം ഉസ്സാവണം. പിന്നെ നമ്മൾ തന്നത് നേക്കോ സേ കാ കേ കീ ആണെങ്കിൽ ഏതാണോ അത് ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം നോക്ക്. വഹിനെ നമ്മൾ എന്താക്കണം? ആദ്യം ഉസ്സാക്കണം. ഇത് ഉന്നാണ്. വഹിനെ വഹിനെ വഹാക്കണം. വഹിനെന്താക്കണം? ഉസ്സാക്കണം. ഇവിടെ വഹാണ്. വഹിനെന്താക്കണം? ഉസ്സാക്കണം. ഇവിടെ വേ ആണ്. വഹിനെ ഉസ്സാക്കണം. ഇവിടെ ഉസ്സേ തന്നിട്ടുണ്ട്. അപ്പോൾ ഉസ് വന്നിട്ടുണ്ട്. ഉസ്കോ എന്നാണ് ശരി, അല്ലെങ്കിൽ ഉസ്സേ എന്നാണ് ശരി.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം പഠിക്കാൻ ഇങ്ങനൊരു കാര്യം പഠിച്ചാൽ മതി. നോക്കൂ, മേം എന്ന് പറയുന്നത് സർവനാമം, തു എന്ന് പറഞ്ഞാൽ സർവനാമം, വഹ് എന്ന് പറഞ്ഞാൽ സർവനാമം, യഹ് എന്ന് പറഞ്ഞാൽ സർവനാമം, വേ എന്ന് പറഞ്ഞാൽ സർവനാമം, യേ എന്ന് പറഞ്ഞാൽ സർവനാമം, കോൻ എന്ന് പറഞ്ഞാൽ സർവനാമം, കൊയ് എന്ന് പറഞ്ഞാൽ സർവനാമം, ജോ എന്ന് പറഞ്ഞാൽ സർവനാമം. ഇതൊക്കെ സർവനാമമാണ്. എന്താ സർവനാമം? ഭാഷയിലെ പേരുകളുടെ ആവർത്തന വിരസത ഇല്ലാതാക്കാനും പേരറിയാത്തവർക്ക് പകരമായും ഉപയോഗിക്കുന്ന പേരിനെയാണ് നമ്മൾ സർവനാമങ്ങൾ എന്ന് പറയുന്നത്. ഒരാൾ അതിലെ കടന്നു പോകുന്നു, അവൻ്റെ പേര് നമുക്കറിയില്ല, നമ്മൾ അവൻ എന്ന് പറയുന്നു, ഇവൻ എന്ന് പറയുന്നു, ഇവളെന്ന് പറയുന്നു, ഇതെന്ന് പറയുന്നു. എൻ്റെ വ്യവസാർ എന്നുള്ള പേരിന് പകരം ഞാൻ എന്ന് പറയുന്നു, നിങ്ങളെ പേരിൻ്റെ പകരം ഞാൻ, നീ എന്ന് പറയുന്നു. അപ്പോൾ ഭൂമിയിലെ ദൈവം സൃഷ്ടിച്ച സകല വസ്തുക്കളുടെയും സകല ജീവജാലങ്ങളുടെയും ഒറിജിനൽ പേര് അറിയില്ലെങ്കിൽ അവയെ സൂചിപ്പിക്കാൻ കോമണായി വെച്ചു കൊടുക്കാനും അറിയുമെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനും ഉപയോഗിക്കുന്ന ഒന്നിൻ്റേതുമല്ലാത്ത എല്ലാത്തിനെക്കുറിച്ച് പറയാൻ പറ്റാവുന്ന കോമൺ നെയിമുകളെയാണ് നമ്മൾ സർവനാമങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഈ സാധനം. മേ തൂ തും വഹ് യഹ് വേ യേ കോൻ കൊയ്. ഇതൊക്കെ മേ ഞാൻ, തൂ നീ, അല്ലേ, വഹ് അവൻ അവൾ അത്, യഹ് ഇവൻ ഇവൾ ഇത്, ഈ, വേ അവർ അദ്ദേഹം, യേ ഇവർ അദ്ദേഹം, കോൻ ആര് ഏത്, കൊയ് ആരോ ഏതോ, ജോ ഏതൊരു ഏതോ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ആ വാക്കിൻ്റെ കൂടെ ഇപ്പൊ നോക്ക്, അവൻ്റെ പേന എന്ന് നമുക്ക് പറയണം. അവൻ എന്നുള്ള എന്താ പറയാ? വഹ്. അവൻ എന്നുള്ള എന്താ പറയാ? വഹ്. എൻ്റെ എന്നുള്ള എന്താ പറയാ? കാ. എന്നിട്ട് കലം. ഇങ്ങനെ ആരെങ്കിലും പറയാൻ പറ്റുമോ? വഹ്ക കലം എന്ന് പറയോ? പറയില്ല. ഇത് തെറ്റാണ്. എന്താ കാരണം? ഇത് തെറ്റാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചോളൂ. എന്താണ് തെറ്റാൻ കാരണം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ്. അവൻ്റെ പേന എന്ന് നമുക്ക് എഴുതണം. നോക്കൂ മക്കളെ, ശ്രദ്ധിക്കണേ. അവൻ്റെ പേന എന്ന് എഴുതണം. ഇതിന് അവൻ എന്നുള്ളതിന് വഹ്, ൻ്റെ എന്നുള്ളതിന് കാ, പേനയ്ക്ക് കലം. ഇങ്ങനെ എഴുതിയാൽ പോരെ എന്ന് നമ്മൾ ചോദിക്കും. ഇത് തെറ്റാണ്. എന്താണ് ഇത് തെറ്റാകുന്നത്? ഇത് തെറ്റതാണ്. വഹ് എന്ന് പറയുന്ന ഒരു സർവനാമം, അതുപോലെ തന്നെ വഹ് എന്ന് പറയുന്ന സർവനാമവും ക എന്ന് പറയുന്ന വിഭക്തി പ്രത്യയം. എന്താ വിഭക്തി പ്രത്യയം? രണ്ട് വാക്കുകളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് വിഭക്തി പ്രത്യയം. എത്ര ഉണ്ട്? 9 എണ്ണം. ഏതൊക്കെ? നേക്കോസെ, കാക്കേക്ക്, മേമ്പർ കേലിയെ, നേ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, കോക്കിനിളയെ, സെയിൽ നിന്ന് കൊണ്ട് കാളോട് മുതലാൽ, കാക്കേക്ക് ഇൻ്റെ അവിടെ ഉള്ളാല്, മേം ഇൽ പർ മീതേ മുകളിൽ, കേലിയെ വേണ്ടി നമ്മൾ പഠിച്ചാണ്. ഒരു സർവനാമവും ഒരു വിഭക്തി പ്രത്യയം അടുത്തടുത്ത് വരാൻ പാടില്ല. വന്നാൽ ഇവ രണ്ടും കൂടി ചേർന്ന് വേറൊരു രൂപം ഇവിടെ എഴുതണം. അപ്പം എന്താവും? ഉസ്കാ കലം എന്ന് എഴുതണം. അപ്പോഴാണ് ഈ വാക്യം ശരിയാകുന്നത്. എന്താവും? ഉസ്കാ കലം. ഇപ്പോഴാണ് ആ വാക്യം ശരിയായത്. ഇത് തെറ്റാണ്, ഇത് ശരിയാണ്. വഹ്ക കലം എന്നുള്ളത് തെറ്റാണ്, ഉസ്കാ കലം എന്ന് പറയുന്നതാണ് ശരി. ഓക്കെ, വഹ്ക കലം എന്നുള്ളത് തെറ്റാണ്, എന്താണ്? ഉസ്കാ കലം എന്നുള്ളതാണ് ശരി, അല്ലേ? നോക്കൂ മക്കളെ, അപ്പോൾ നിങ്ങൾ ഇത് നമ്മൾ ഇങ്ങനെ വഹ്ക എന്നുള്ളത് ഇങ്ങനെ മാറ്റിയിട്ടാണ് ഉസ്കായി മാറുന്നത്. ഇപ്പോഴാണ് വാക്യം ശരിയായത്. ഇതെങ്ങനെ പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ എഴുതേണ്ടി വരുന്നുള്ള മാത്രമല്ല, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്ന സമയത്ത് അല്ലേ അവൻ്റെ എന്നൊക്കെ എഴുതേണ്ടി വരികയാണെങ്കിൽ വഹ്ക എന്ന് എഴുതാൻ പാടില്ല. ഇത് നമ്മൾ പ്രൊനൗണും പ്രിപ്പോസിഷനും സർവനാമവും വിഭക്തി പ്രത്യവും ഓരോന്നിൻ്റെ അർത്ഥവും നേരത്തെ പറഞ്ഞതായിരുന്നു. പക്ഷേ ഇങ്ങനെ പ്ലസ് ഇട്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പ്ലസ് ഇട്ടുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഉത്തരം എഴുതും? ആ ഉത്തരം എഴുതുന്നതിന് വേണ്ടി ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. ഇങ്ങനെയാണ് വരിക. ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് ചോദിക്കുക. കേട്ടോളൂ, നിങ്ങൾ നോക്കണേ. ഇതിലേതോ ഒന്നാണ് ചോദിക്കുക. നോക്ക്, മേ പ്ലസ് സേ വന്നാൽ നിങ്ങൾ എന്തെഴുതും? തു പ്ലസ് കോ വന്നാൽ എന്തെഴുതും? വ പ്ലസ് പർ വന്നാൽ എന്തെഴുതും? യ പ്ലസ് നേ വന്നാൽ എന്തെഴുതും? വേ പ്ലസ് കെ വന്നാൽ എന്തെഴുതും? എ പ്ലസ് മേ വന്നാൽ എന്തെഴുതും? ഓക്കെ, സേ എന്ന് പറഞ്ഞാൽ ഇൽ നിന്ന് കൊണ്ട് കാളോടും, അല്ലെ കോക്ക് നീളയെ, പർ മീതേ മുകളിൽ, നേ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല, കെ കഴിഞ്ഞു പോയ കൂടെയാണ് നേ ചേർക്കുക, കെ ഇൻ്റെ എവിടെ ഉള്ളാല്, മേം ഇൽ എന്ന കാര്യങ്ങൾ ഞാൻ എന്നുള്ളതിൻ്റെയും തൂ എന്നുള്ളതിൻ്റെയും അവൻ എന്നുള്ളതിൻ്റെയും ഇവൻ ഇവൾ ഇതെന്നുള്ളതിൻ്റെയും അവർ അദ്ദേഹം എന്നുള്ളതിൻ്റെയും ഇവർ ഇദ്ദേഹം എന്നുള്ളതിൻ്റെയും കൂടെ ചേർത്താൽ എന്ത് വരും? അതിന് നിങ്ങൾക്ക് ഇവിടെ ഒരു കോളത്തിൽ ഞാൻ ആദ്യം വേറൊരു സാധനം കൊടുത്ത് കണ്ടോ? അതായത് ഇവിടെ നോക്ക്, മേ തൂത്തും വഹ് യഹ് വേ യേ കോൻ കൊയ് ജോ എന്ന് കണ്ടോ? ആ സാധനങ്ങളാണ് സർവനാമങ്ങൾ. അതിൻ്റെ കൂടെ പ്ലസ് ഇട്ടിട്ട് ഇതിൻ്റെ അകത്ത് ഏത് വേണമെങ്കിലും വന്നോട്ടെ എന്നിട്ട് സമട്ട് ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം എഴുതണമെങ്കിൽ നിങ്ങൾ ഇവരെ ആദ്യം നമ്മൾ ഇതാക്കി മാറ്റണം. വഹിനെ നേരത്തെ ഉസ്സാക്കണം എന്ന് പറഞ്ഞതുപോലെ ഇവരാര് വേണമെങ്കിലും വരട്ടെ, പക്ഷേ ഇവർ ആദ്യം ഒരു സാധനം നോക്കും. മേമെന്താവും? മുച്ചാവും. മുച്ചാവും. കാണുന്നുണ്ട് മക്കളെ? മേമെന്താവും? നേക്കോസെ കാക്കേക്ക് മേമ്പർക്കിരിയിൽ ആര് വരികയാണെങ്കിലും
മേം ആദ്യം മുച്ചാവും. എന്നിട്ട് സേ ആ തന്നതെങ്കിൽ നമ്മൾ സേ ചേർക്കുക. അപ്പം എന്തുണ്ടാവും? മുച്ച് സേ. തു എന്നുള്ളത് ആദ്യം എന്താവും? തുച്ചാവും. പിന്നെ തന്നത് കോ ആണെങ്കിൽ എന്തുണ്ടാവും? തുച്ചുക്കോ എന്ന് വരും. വഹ് എന്നുള്ളതിൻ്റെ കൂടെ നേക്കോസെ കാക്കിയിൽ ഏത് വേണേ വന്നോട്ടെ, വഹ ആദ്യം പോയിട്ട് ഉസ്സാവും. തന്നത് സേ ആണെങ്കിൽ ഉസ് സേ, കോ ആണെങ്കിൽ ഉസ്കോ, പർ ആണെങ്കിൽ ഉസ് പർ, നേ ആണെങ്കിൽ ഉസ്നേ, കെ ആണെങ്കിൽ ഉസ്കേ, മേ ആണെങ്കിൽ ഉസ്മേം. വഹ ആദ്യം ഉസ്സായി മാറും. അതിന് ശേഷം എന്താണോ തന്നത് അതങ്ങ് പറയാൻ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ യഹ് ഇസ്സായി മാറും. ഇസ്സായതിനു ശേഷം ഇസ്സേ, ഇസ്കോ, ഇസ്പർ, ഇസ്നേ, ഇസ്കേ, ഇസ്മേം എന്ന് വരും. വേ എന്നുള്ളതിൻ്റെ കൂടെ പ്ലസ് ഇട്ടിട്ട് നേക്കോസെ കാക്കയ്ക്കും മേപ്പർക്കയിൽ ഏത് വരികയാണെങ്കിലും വേ ആദ്യം എന്താവും? ഉന്നായി മാറും. എന്നിട്ട് ഉൻ സേ, ഉൻ കോ, ഉൻ പർ, ഉനോനെ, ഉൻ കെ, ഉൻ മേ എന്നിങ്ങനെയായി മാറും. ഏ ആണെങ്കിൽ ഏത് വേണമെങ്കിൽ വന്നോട്ടെ, പ്ലസ് ഇട്ട് തരികയാണെങ്കിൽ ഏ ആദ്യം ഇന്നായി മാറും. എന്നിട്ട് ഇൻ സേ, ഇൻ കോ, ഇൻ പർ, ഇന്നെ, ഇനോനെ എന്നാവും. പിന്നെ ഇൻ കെ, ഇൻമേ ഇങ്ങനെ വരും. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? കോൻ എന്താവുന്നു? കിന്നായും കിസ്സായി മാറും. കോയി കിനിയായും കിസിയായും ജോ ജിന്നായും ജിസ്സായി മാറുന്ന 8ാം ക്ലാസ്സിനും 9ാം ക്ലാസ്സിനും 10ാം ക്ലാസ്സിനും നമ്മൾ ഇവിടെ നിന്ന് മേലോട്ട് ഈ ബോക്സിനുള്ളിൽ വരച്ചത് സാധാരണ ചോദിക്കാറില്ല. കൺഫ്യൂഷൻ വരേണ്ട നിങ്ങൾക്ക് ഇത് മാത്രമേ ചോദിക്കുള്ളൂ. അങ്ങനെ വന്നാൽ ഇത് തെറ്റാതെ പാട്ടും പാടി നമുക്ക് എഴുതാൻ പറ്റണം. നിങ്ങൾ മേ എന്നുള്ളതിൻ്റെ കൂടെ പ്ലസ് ഇട്ട് നേക്കോസെ കാക്കയ്ക്ക് മേപ്പർക്കിലി ഏതോ വന്നു, എങ്ങനെ കൺഫ്യൂഷൻ. തു എന്നുള്ളതിൻ്റെ കൂടെ നേക്കോസെ കാക്കയ്ക്ക് മേപ്പർക്കിലി വന്നു, ഏതായാലും കുഴപ്പമില്ല. വഹ് എന്നുള്ളതിൻ്റെ കൂടെ നേക്കോസെ കാക്കയ്ക്ക് മേപ്പർക്കിലി വന്നു, ഏതായാലും കുഴപ്പമില്ല. യഹ് എന്നുള്ളതിൻ്റെ കൂടെ നേക്കോസെ കാക്കയ്ക്ക് മേപ്പർക്കിലി വന്നു, ഏതായാലും കുഴപ്പമില്ല. വേ എന്നുള്ളതിൻ്റെ കൂടെ നേക്കോസെ കാക്കയ്ക്ക് മേപ്പർക്കിലി വന്നു, കുഴപ്പമില്ല. എ എന്നുള്ളതിനെ കൂടെ നേക്കോസെ കാക്കയ്ക്ക് മേപ്പർക്കിൽ ഏത് വന്നാലും കുഴപ്പമില്ലാതെ നമ്മൾ ഇതാക്കി ആദ്യം മാറ്റും. പിന്നെ പ്ലസ് ഇട്ട് തന്ന സാധനം ഇവിടെ എഡ് ചെയ്ത് കൊടുക്കും. അപ്പം അത് നമ്മൾ ആദ്യം പഠിക്കണം. ഇത് കാണാതെ ആവണം. ഇവരെല്ലാം ആദ്യം എന്താവും? ഇതായി മാറണം. അപ്പോൾ സർവനാമങ്ങളും വിഭക്തി പ്രത്യയങ്ങളും കൂടിച്ചേരുമ്പോൾ അവയ്ക്ക് അല്പം മാറ്റം സംഭവിക്കുന്നു അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ഇതൊന്ന് കാണാതെ പഠിക്കണം. അതിനൊരു മാർഗമുണ്ട്. ബോർഡിലേക്ക് നോക്കിയേ, സ്ക്രീനിലേക്ക് നോക്കിയേ, ഒന്ന് നോക്കുക. ഈ മന്ത്രം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള സുന്ദരമായി ഇത് നിങ്ങൾ ഇപ്പം പറയുന്ന ഈ നമ്പർ ഇതല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് പറയുന്നത് ഏതാണ്? നമുക്കിതാ ഇവിടെ പറയുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ ഇല്ലേ, ഈ കാണിച്ചത് ഇപ്പം കാണിച്ചത് ഇതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് നോക്കിയോ, ബോർഡിൽ നിന്ന് കേട്ടെ, ഞാൻ പറയാം. മേ മൂച്ചായും തോ ചായും വഹ് ഓസായും യഹ് ഈസായും വേ ഉന്നായും യേ ഇന്നായും കോൻ കിന്നായും കിസായും കോയി കിനിയായും കിസിയായും ജോ ജിന്നായും ജിസായും മാറുന്നു എന്ന് പഠിച്ചാൽ സുഖായി. ഒന്ന് നോക്കിയപ്പോൾ മേ മൂച്ചായും തോ ചായും വഹ് ഓസായും യഹ് ഈസായും വേ ഉന്നായും യേ ഇന്നായും കോൻ കിന്നായും കിസായും കോയി കിനിയായും കിസിയായും ജോ ജിന്നായും ജിസായും മാറുന്നു എന്ന് പഠിച്ചാൽ നമുക്ക് ഇവയുടെ ഉത്തരം നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ പറ്റൂ. ഇപ്പൊ നോക്ക്, വഹ് പ്ലസ് പർ തന്നു. ഇനി പറല്ല കോയോ സേയോ നേയോ കേയോ മേ ഏതോ മാറ്റി തന്നത്. വഹ എന്താവണം? ആര് വരികയാണെങ്കിൽ ഇവർ ആര് വേണേ വരട്ടെ. വഹ എന്താവണം? മേ മൂച്ചായും തോ ചായും വഹ് ഉസ്സാവണം. വഹ എന്താവണം? അപ്പം എന്താവും? വഹ് ഉസ്സാവണം. വഹ എന്താവണം? വഹ് നമുക്ക് ആദ്യം ഉസ്സാക്കുക. വഹ് ഉസ്സാവണം. എന്താവണം? വഹ് ഉസ്സാവണം. മേ മൂച്ചായും തോ ചായും വഹ് ഉസ്സാവണം. അപ്പം നമ്മൾ ആദ്യം വഹിന് ഉസ്സാക്കി. എന്നിട്ട് എന്താണ് ഇവിടെ പ്ലസ് ഇട്ടിട്ട് തന്നത്? പറാണ്. ആ പറ അങ്ങ് ചേർത്ത് കൊടുക്കുക. അത് ചേർന്ന് എന്തിരിക്കുക? പറ ചേർത്ത് കൊടുക്കുക. അപ്പം എന്തുണ്ടാവും? ഉസ്പർ. വഹ്പർ എന്നുള്ളതാ ഉസ്പർ എന്നായി. മനസ്സിലായോ? ഉസ്പർ എന്നായി. ഓക്കെ. ഇനി നോക്ക്, തു എന്നുള്ളതിൻ്റെ കൂടെ മേ എന്നുള്ളതിൻ്റെ കൂടെ വന്നു. മേ മൂച്ചായും. നമ്മൾ ആദ്യം പഠിച്ചു നോക്ക്. മേ മൂച്ചായും. മേം എന്നുള്ള സാധനം നമുക്കിവിടെ തന്നു. മേം എന്നുള്ള സാധനം നമുക്കിവിടെ തന്നു. അതിന് നമ്മൾ എന്താക്കണം? ഒന്നാമത്തത് മേ ആണ്. അതിന് നമുക്ക് എന്താക്കണം? മുച്ചാക്കണം. മുച്ച്. ഇവിടെ പറഞ്ഞിട്ടില്ലേ മുച്ചെന്ന്? മുച്ചാക്കണം. എന്നിട്ട് മുച്ചാക്കിയതിന് ശേഷം തന്നത് എന്താണ് മക്കളെ? സേ ആണ്. ആ സേ ഇവിടെ എഴുതണം. അപ്പം നമുക്ക് എന്താക്കണം? ആ സേ എഴുതുക. മുച്ച് സേ. കണ്ടോ? മുച്ച് സേ. അത് ഞാൻ കളർ ഇതുപോലെ തന്നെ കളറിലാക്കി തരാം. ഇതേ കളർ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട. മുച്ച് സേ. മുച്ച്. പിന്നെ നമുക്ക് സേ അല്ലേ? മുച്ച് സേ. മുച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതാ സേ. മുച്ച് സേ.
തൂ പ്ലസ് കോ, അതിൻ്റെ കൂടെ തൂ പ്ലസ് കോ നോക്ക്, രണ്ടാമത്തെ തൂ പ്ലസ് കോ. അത് എന്ത് വേണമെങ്കിലും വന്നോട്ടെ, തൂ ആദ്യം എന്താവണം, തുച്ചാവണം. തൂ എന്താവണം, തുച്ചാവണം. അപ്പോൾ എന്താവും, തൂ തുച്ചാവണം. ആദ്യം നമ്മൾ എന്താക്കണം, തൂ തുച്ചാക്കണം. നമ്മൾ നീല കളർ കൊണ്ട് നമുക്ക് ഇതിയൊക്കെ തൂ തുച്ച് അല്ലേ, തൂ തുച്ച് നോക്ക് മക്കളെ, തൂ തുച്ച് അല്ലേ, തൂ തുച്ച്. പിന്നെ തന്നത് എന്താണ്, തന്നത് കോയാണ്. അപ്പോൾ എന്താവും, തുച്ചുക്കോ. ഓക്കെ, അങ്ങനെ വരും. ഇവിടെ എന്തായിരുന്നു, പെറാണ്. ഓക്കെ, യെസ്. ഇനിയെ നമുക്ക് നോക്ക്. അടുത്താണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്ന് പറഞ്ഞ് യഹ് പ്ലസ് നേ, അതിൻ്റെ കൂടെ യഹ് എന്താവണം ആദ്യം. ഇവിടെ നോക്ക്, മേ മുച്ചായും തൂ തുച്ചായും വഹ് ഉസായും യഹ് ഇസായും വേ ഉന്നായും ഏ ഇന്നാവണം. അപ്പം നമ്മൾ അതിനെ ആദ്യം ഏൻ എന്താക്കണം, ഏനെ നമുക്ക് ഇന്നാക്കണം. ഏൻ എന്താക്കണം, ഇന്നാക്കണം. എന്താ തന്നത്, ഇന്ന്. പിന്നെ നമ്മളോട് ചേർക്കാൻ പറഞ്ഞ എന്താ, നേ ആണ്. അപ്പം നമുക്ക് ഇന്നേ എന്നുള്ളത് എന്താക്കണം, നമ്മൾ ഇവിടെ ഒരു നേ ചേർക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് നേ ചേർക്കുമ്പോൾ ഇങ്ങനെ തോന്നും അല്ലേ, ഇന്നേന്ന്. ഇത് ശരിയാണോ? ഇങ്ങനെ പ്രകാരം ഇങ്ങനെയാണ് ആവേണ്ടത്. പക്ഷേ ഇതിനെ നമ്മൾ ചെറിയൊരു മാറ്റം വരുത്തും. എ പ്ലസ് നേ സമം ഇങ്ങനെയാണ് വരുന്നത്, ഇൻ ഹോനെ. എ പ്ലസ് നേ സമം അല്ലേ, എ പ്ലസ് നേ സമം ഇൻ ഹോനെ. ഇങ്ങനെ നേ വരുന്ന സമയത്ത് ഇനോനെ എന്ന് വരും. അവിടെ മാത്രം ചെറിയൊരു മാറ്റം. പിന്നെ നോക്ക്, വേ പ്ലസ് കെ, വേൻ്റെ കൂടെ എന്ത് വന്നാലും വേ ഉന്നാവണം. അപ്പോൾ ആദ്യം നമ്മൾ വേനെ എന്താക്കണം, ഉന്നാക്കണം, ഉൻ. പിന്നെ വേനെ എന്താക്കണം, നമ്മൾ ഉന്നാക്കണം. നോക്ക്, വേ ഉൻ. പിന്നെ തന്നത് എന്താ, കെ. അപ്പോൾ ഒന്നുണ്ടാവും, ഉൻ കെ. മനസ്സിലായോ? മറന്നു പോകരുത്. അതുപോലെ തന്നെ എ എന്നുള്ളത് എന്താവും, ഇൻ കെ ഇല്ലേ. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പം ഞാൻ ഒന്നും കൂടി പറയാം, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടി പറയാൻ പറ്റും. സർവനാമവും വിഭക്തി പ്രത്യയം കൂടിച്ചേരുമ്പോൾ അവയ്ക്ക് അല്പം മാറ്റം സംഭവിക്കുന്നു. അതായത് മേ മുച്ചായും തൂ തുച്ചായും വഹ് ഉസായും യഹ് ഇസായും വേ ഉന്നായും ഏ ഇന്നായും കോൻ കിന്നായും കിസ്സായും കൊയ് കിനിയായും കിസിയായും ജോ ജിന്നായും ജിസായും മാറുന്നു. അങ്ങനെയാണ് പരീക്ഷയിൽ വരുന്ന ഓരോ ചോദ്യമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ നോക്ക്. മേം പ്ലസ് സേ, മേ മൂച്ചാവുന്നു, തന്നെന്ത് സേ, അപ്പം എന്തുണ്ടാവും, മുച്ച് സേ എന്നായി. രണ്ടാമത്തെ തൂ പ്ലസ് കോ സമം തൂ തുച്ചാവും, തന്നതെന്ത് കോ, അപ്പം തുച്ചുക്കോ. തൂ പ്ലസ് കോ, തുച്ചുക്കോ. ഓക്കെ, അടുത്തത് വഹ് പ്ലസ് പർ, വഹ എന്താണ്, ഉസാവും, തന്നെന്ത് പർ, അപ്പം എന്തുണ്ടാവും, ഊസ്പർ. എൻ്റെ കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, ഊസ്പർ. അടുത്തത് എ പ്ലസ് നേ, യഹ് എന്താവും, മേമുച്ചായും തൂതുച്ചായും വഹൂസായും യഹിസായും അല്ലേ, യഹിസാണ്. അപ്പോൾ എ പ്ലസ് നേ എന്താവും, എ പ്ലസ് നേ ഈസ് നേ. എ പ്ലസ് നേ സമം ഈസ് നേ. വേ പ്ലസ് കെ സമം വേക്കെ ആണോ, വേ മേമുച്ചായും തൂതുച്ചായും വഹൂസായും യഹിസായും വേ ഉന്നാവണം. അപ്പോൾ വേ എന്താണ് ഇവിടെ നോക്ക്, ഉന്നായിട്ടുണ്ട്. അപ്പോൾ വേ പ്ലസ് കെ ഉൻ കെ എന്ന് എഴുതണം, ഉൻ കെ. ഓക്കെ, ഇനി എ പ്ലസ് നോക്കൂ. എ എന്താണ് മക്കളെ, എ എന്താണ്, മേ മുച്ചായും തൂതുച്ചായും വഹൂസായും യഹിസായും വേ ഉന്നായും ഏ ഇന്നാവണം. അപ്പോൾ എന്താവും, എ പ്ലസ് മേ സമം എ ഇന്നാവണം. തന്നെന്താണോ, ഇന്നാണോ. അപ്പോൾ എ പ്ലസ് മേ സമം ഇൻമേ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇതുപോലെ നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റണം. ഉറപ്പായൊരു ചോദ്യം വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ഒന്നുകൂടി നോക്കാം. ഇത് തന്നെ ഞാൻ ഓർഡർ മാറ്റി. ഇവിടെ നോക്കാം, ആദ്യം തന്നത് സേയും കോയും പറൊക്കെ അല്ലേ തന്നത്. എന്നാൽ ഇവിടെ നമ്മൾ മാറ്റി തന്നത് മേം പർ നേരെ തിരിച്ചിട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കൂ, ശ്രദ്ധിച്ചോളൂ. മേ മൂച്ചായും തൂ തുച്ചായും വഹ് ഉസായും യഹ് ഇസായും വേ ഉന്നായും ഏ ഇന്നായും അല്ലേ. മേ മുച്ച്, ഇനി മൈക്കിൾ ജാക്സണിൽ പാടാം. മേ മുച്ച് തൂ തുച്ചു വഹ് ഉസ് യഹ് ഇസ് വേ ഉൻ അല്ലേ. മേ മുച്ച് തൂ തുച്ചു വഹ് ഉസ് യഹ് ഇസ് വേ ഉൻ ഏ ഇൻ കോൻ കിനി കിസ് കോയ് കിനി കിസ് ജോ ജിന് ജിസ്. ഇത് പഠിച്ചു വെച്ചാൽ പ്ലസ് ഇട്ട സാധനം അതിൻ്റെ കൂടെ ഒട്ടിച്ചാൽ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ മേം 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 മേം, ഒരു മേം രണ്ട് വരയും കുത്തും, ഞാൻ എന്നർത്ഥം. ഒരു മേം ഒരു വരയും കുത്തും, ഇതിൻ്റെ അർത്ഥം ഇൽ എന്നാണ്. ജേബ് മേം പോക്കറ്റിൽ, സിർ മേം തലയിൽ, ആങ്ക് മേം കണ്ണിൽ. അപ്പോൾ മേം 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 ഞാൻ, പിന്നെ മേം ഇൽ, അപ്പം എന്നിൽ എന്ന് പറയണം. മേം പ്ലസ് മേം മേം എന്നാണോ, അല്ല. മേം എന്നാണോ, അല്ല. ആദ്യത്തെ മേം എന്താവണം, മുച്ചാവണം. പിന്നെ തന്നതെന്ത്, മേം, അതിൻ്റെ കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പം എന്തുണ്ടാവും, മേം പ്ലസ് മേ സമം, പറഞ്ഞു മക്കളെ,
മുച്ച് മേ, മേ പ്ലസ് മേ സമം മുച്ച് മേ. സെക്കൻഡ് നോക്കൂ, തൂ പ്ലസ് പെർ. തൂ എന്താവണം? തുച്ചാവണം. തന്നത് എന്ത്? പെർ. അപ്പം എന്താവും? തുച്ചു പെർ. എന്താണ്? തുച്ചു പെർ. തുച്ചു പെർ. അടുത്തത് വഹാണ്. മേ മൂച്ചായും തൂ തുച്ചായും. വഹ് ഉസ്സാവണം. തന്നത് എന്ത്? നേ. അപ്പൊ ഉസ്സിന്റെ കൂടെ നേ ചേർത്ത് എന്താവും? ഉസ്നേ. ഉസ്നേ അല്ലേ? ഉസ്നേ. എന്താണ്? ഉസ്നേ. ഉസ്നേ. അടുത്തത് യഹാണ്. യ പ്ലസ് കെ. മേ മൂച്ചായും തൂ തുച്ചായും വഹ് ഉസ്സായും. യഹ എന്താവും? ഇസ്സായി മാറണം. യഹ എന്താവണം? യഹ എന്താണോ? ഇസ്സായി മാറണം. അപ്പൊ എന്താവും? കെ ആ തന്നത് കൂട്ടിച്ചേർക്കാൻ. എന്താണ് തന്നത്? കെ. അപ്പൊ എന്താവും? ഈസ് കെ. എന്താണ് ഉത്തരം? ഈസ് കെ എന്ന് വരും. എന്താണ്? ഈസ് കെ. ഓക്കെ. ഇനി വേ പ്ലസ് എ ആണ്. വേ എന്താവണം? മേ മൂച്ചായും തൂ തുച്ചായും വഹു ഉസ്സായും യഹ് ഇസ്സായും. വേ ഉന്നാവണം. തന്നത് എന്ത്? സേ. അപ്പൊ ഉൻസേ എന്നല്ല, വേ പ്ലസ് എ എന്താവും? ഉൻസേ എന്നാവും അല്ലേ? വേ പ്ലസ് എ ഉൻസേ. ഉൻസേ. വേ പ്ലസ് എ ഉൻസേ. യേ പ്ലസ് കോ. മേ മുച്ചായും തൂ തുച്ചായും വഹു ഉസ്സായും യഹ് ഇസ്സായും വേ ഉന്നായും യേ ഇന്നാവണം. തന്നത് എന്ത്? കോ. ഇന്റെ കൂടെ കോട്ടാന്നുണ്ടാവും? ഇൻകോ. ഇങ്ങനെയാണ് മക്കളെ ഈ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഇത് വെച്ചിട്ട് വേണം ഹിന്ദി സംസാരിക്കാനും ഇത് വെച്ചിട്ടാണ് നമ്മൾ ഹിന്ദി എഴുതാനും. അപ്പം നമ്മൾ സർവനാമവും വിഭക്തി പ്രത്യയവും കൂടിച്ചേരുമ്പോൾ അവയ്ക്ക് അല്പം മാറ്റം സംഭവിക്കുന്നു എന്നുള്ള സാധനം നമ്മൾ പഠിച്ചു വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് മാർക്ക് ഒട്ടും നഷ്ടമാവാതെ പിടിക്കാൻ പറ്റും. അതേതാണ്? ഇതാണ്. നോക്കിയേ. മേ മൂച്ചായും തോ തോച്ചായും വഹ ഉസ്സായും യഹ് ഇസ്സായും വേ ഉന്നായും യേ ഇന്നായും കോൻ കിന്നായും കിസ്സായും കൊയ് കിനിയായും കിസിയായും ജോ ജിന്നായും ജിസ്സായും മാറുന്നു. ഇത്ര ആക്കിയതിന് ശേഷം അതിനോട് പ്ലസ് ഇട്ട് ചേർന്നാൽ മതി. നിങ്ങൾ പ്രധാനമായിട്ട് ഇവിടെ തൊട്ട് ഇവിടെ വരെയാണ് പഠിക്കേണ്ടത്. നിങ്ങൾ അത്ര കൺഫ്യൂഷൻ ആക്കേണ്ട. അത് ഉയർന്ന ക്ലാസ്സുകളാണ് വരുന്നത്. ഓക്കെ. ഇത് സിംഗുലർ ആയിട്ടുള്ളതിന് ഉപയോഗിക്കുന്നു, ഇത് പ്ലൂറൽ ആയിട്ടുള്ള ഉപയോഗിക്കുന്നു. ഇത് ഏകവചനമാണ്, ഇത് ബഹുവചനമാണ്. അത്രമാത്രം. ഓക്കെ. ഓക്കെ, മനസ്സിലായില്ലേ മക്കളെ? അപ്പോൾ നമ്മളിത് മറന്നു പോകാതെ പഠിച്ചു വെക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ നാളത്തെ പരീക്ഷ ഗംഭീരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയട്ടെ. താങ്ക് യു.